ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 39-ാം തിരുവചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മറിയം യൂദയായിലുള്ളൊരു മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്ന് എലിസബത്തിന് വേണ്ട ശുശ്രൂഷ ചെയ്യുന്നൊരു ഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം. ഇതിന് പ്രത്യേക കാരണമുണ്ട്. മറിയത്തിൻ്റെ ഉദരത്തിൽ യേശു വന്നപ്പോൾ തന്നെ മറിയം ചെയ്ത പ്രധാനപ്പെട്ടൊരു കാര്യം മറ്റൊന്നുമല്ല, അത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓടി നടക്കുന്ന ഒരു സ്വഭാവമാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനുള്ളിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. നമുക്കറിയാം, നമ്മുടെ മുകളിൽ ഇരുന്ന് ഫാനൊക്കെ കറങ്ങുന്നുണ്ട്. ഈ ഫാൻ കറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ ഫാനിലേക്ക് കറണ്ട് വരണം. ഫാനിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ സത്യമായിട്ടും ഫാൻ കറങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഫാനിന് എന്തെങ്കിലും കേടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ പിന്നെ നമുക്ക് അടങ്ങിയിരിക്കാൻ സാധ്യമല്ല. യേശുവിനെ കൊടുക്കണം എന്നുള്ള ചിന്തയായിരിക്കാം. എവിടെയും പോയി യേശുവിനെ കൊടുക്കണം. നിങ്ങളൊരു എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് സണ്ണി എന്നാണ്. സണ്ണി തയ്യിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 36-37 വർഷമായി ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാൻ പോയി. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ഈ വചനം പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയും കൂടെ ചെയ്യണം എന്ന് ഓർത്ത് ഞാൻ കുറച്ചു കാലം തെരുവിലൂടെ ശുശ്രൂഷ ചെയ്ത് നടന്നു. അങ്ങനെ തെരുവിലൂടെ ശുശ്രൂഷ നടന്ന് തെരുവിലെ മക്കൾക്ക് വേണ്ടി കുറച്ചേറെ സ്ഥാപനങ്ങൾ തുടങ്ങി. കുറ്റിക്കര അച്ഛനോടൊപ്പം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ അടിമാലി അടുത്ത് മൂന്നാറടുത്ത് ഒരു സ്ഥാപനം തുടങ്ങി, മേഴ്സി ഹോം എന്നുള്ള സ്ഥാപനം. അവിടെ ഏകദേശം 300 പേരെ നോക്കുന്നുണ്ട്. അതിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. ഏകദേശം 200ഓളം മാനസികകളുണ്ട്. 100 കുട്ടികളെ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ സ്ഥാപനത്തിലുള്ള 300 പേര് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വലത് കൈ ഉയർത്തിയെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ അനാഥരും പാവപ്പെട്ടവരും ആയ ഒരുപാട് പേര് ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ശുശ്രൂഷ ഞങ്ങളൊരു മനസ്സ് തരുന്നത് പരിശുദ്ധ അമ്മയാണ്. നിങ്ങളൊരു ഞാനത് പറയുമ്പോൾ എന്നെ ഇത് പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ സ്കൂളിൽ പോയിട്ടില്ല. എൻ്റെ അമ്മ ബൈബിളിനെ കുറിച്ച് പ്രത്യേക കാര്യമായിട്ട് എൻ്റെ അമ്മയ്ക്ക് അറിയത്തുമില്ല. അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. പക്ഷെ എൻ്റെ അമ്മ എപ്പോഴും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചത് മക്കളെ മാതാവിനോട് ചേർന്ന് എന്നാൽ ഒരിക്കലും തകരുകയില്ല എന്നാണ് പറഞ്ഞത്. അമ്മ ഒത്തിരി കാര്യങ്ങൾ എന്നെ ചെറുപ്പത്തിലെ കുഞ്ഞായിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ചു. അതൊക്കെ പിന്നീട് ദൈവവചനത്തിൽ എഴുതി എന്നുള്ള വിവരം ഞാൻ പിന്നീടാണ് അറിയുന്നത്. അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്: മോനെ, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയില്ല. അത് അമ്മയുടെ വായിൽ നിന്ന് കേട്ടു. പക്ഷെ ഇത് ബൈബിളിലുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ഞാൻ വളർന്ന വചനപ്രഘോഷണമൊക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, തോബിത്തിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 7-ാം തിരുവചനത്തില് തോബിയാസിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുണ്ട്: മോനെ, പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിക്കരുത്, ദൈവം നിന്നിൽ നിന്നും മുഖം തിരിക്കുകയാണ്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, വിശക്കുന്നവന് നീ ആഹാരം കൊടുക്കണം. മത്തായി 25 അതിന് 35 മുതൽ തിരുവചനത്തില് അതും പറയുന്നുണ്ട്. അമ്മയ്ക്ക് ജപമാല ചൊല്ലിയപ്പോൾ കിട്ടിയ ദൈവവചനങ്ങൾ ഹൃദയത്തിലുണ്ട്. സ്നേഹമുള്ളവരെ, എഴുത്തും വായന അറിയത്തില്ലാത്തവന്റെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് ജപമാല. ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഹോളിൽ വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒത്തിരിയേറെ പേരുടെ കൈകളിൽ ജപമാലയുണ്ട്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ വചനങ്ങൾ പഠിപ്പിക്കും. പരിശുദ്ധ അമ്മയുടെ മടിയിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ ദൈവശക്തി നമ്മളിലേക്ക് കടന്നു വരും. വലത് കൈ ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുപോലെ സ്നേഹമുള്ളവരെ, ഇവിടെ നടക്കുന്ന ശുശ്രൂഷയുടെ ഒരംശം പോലും അനുഗ്രഹം നഷ്ടപ്പെടാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകണം. ഇവിടെ പറയുന്ന വചനം മുഴുവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അഭിഷേകമായിട്ടും കൃപയായിട്ടും ഒഴുകണം. ഇവിടെ നിങ്ങൾ പല കുടുംബത്തിൽ നിന്ന് വന്ന പല രീതിയിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നമ്മളിവിടെ കേൾക്കുന്ന വചനങ്ങൾ നമ്മളെ കണ്ണീരൊപ്പണം, നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരണം, നമ്മുടെ മനസ്സിന് ബലം തരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഞാനൊന്ന് പറയാം, നിങ്ങൾ എല്ലാവരും ഉറക്കി ഏറ്റു പറയണം. ചിരിക്കണം. ഉറക്കെ പറ. അല്പം ഉച്ചത്തിൽ പറഞ്ഞേ, ചിരിക്കണം ആത്മാർത്ഥമായി. ഒന്നുകൂടെ പറഞ്ഞേ, അത് തന്നെ നിങ്ങളൊന്ന് പറഞ്ഞേ. ഇനി ചിരിച്ചാൽ മാത്രം പോരാ, കരയണം. എല്ലാരും പറഞ്ഞേ, കരയണം രഹസ്യമായി. രഹസ്യമായി നിങ്ങൾ കരയണം. ഇനി നിങ്ങളെ സ്നേഹിക്കണം. പറഞ്ഞേ, പ്രതിഫലം കൂടാതെ. നിങ്ങളെല്ലാവരും സ്നേഹിക്കണം. ഒരിക്കലും പ്രതിഫലം പ്രതീക്ഷിക്കരുത് കേട്ടോ. നമ്മൾ മക്കളെ സ്നേഹിച്ചാലും മറ്റുള്ളവരെ സ്നേഹിച്ചാലും ഒരിക്കലും നിങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കാതെ സ്നേഹിക്കണം. അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞേ, ക്ഷമിക്കണം ജീവിത അവസാനം വരെ. പിന്നെ തോറ്റു കൊടുക്കണം.
എപ്പോഴാണെന്നറിയോ? സ്നേഹത്തിന്റെ മുമ്പിൽ. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷവും സമാധാനമായിരിക്കും. അപ്പോൾ നമുക്ക് വചനമൊക്കെ പറയാം. ഏകനും വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഈ വചനം കേട്ടാൽ അനുഗ്രഹമാണ്. നിങ്ങൾ ഇവിടെ വന്ന് കേട്ടു എന്നുള്ള ഒറ്റ കാരണത്തിൽ അനുഗ്രഹമാണ്. കുറിച്ചു വെച്ചോ, ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി വെച്ചോണം. ഇന്ന ദിവസത്തെ നിങ്ങൾ വചനം കേട്ട് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കാണും. നിങ്ങളിൽ അനേകരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം തെരഞ്ഞെടുത്ത് മാത്രം കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നവരാ ഈ പ്രിയപ്പെട്ട ദൈവമക്കൾ. എനിക്ക് നല്ല ഉറപ്പുണ്ടാവും. അതുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും, വചനം കേട്ടവർ പിന്നെ വീട്ടിൽ അടങ്ങിയിരിക്കുകയല്ല സ്നേഹമുള്ളവരെ. ആ വചനം കേൾക്കാൻ ഓട്ടി വരും. നിങ്ങളുടെ ഹൃദയത്തിലെ വേദനകൾ, ദുഃഖങ്ങൾ കർത്താവിന് ശരിക്കറിയാൻ കേട്ടോ. തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. എന്നെ സ്നേഹിക്കുന്ന ദൈവം നമ്മളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. ദൈവം നമ്മളെ വഴി നടത്തും, ഉറപ്പായിട്ടും. അതുകൊണ്ട് പറയാണ്, വെളിപാട് 1:3 പറയുന്ന ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും, കേൾക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും, ഇത് പാലിക്കുന്നവർ അനുഗ്രഹം പ്രാപിക്കും. വലത് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ പ്രധാനപ്പെട്ടൊരു വചനമാണ് സ്നേഹമുള്ളവരെ. ബൈബിളിൽ നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ കൈയടിച്ച് പറയുന്നുണ്ട്, ഒരു കൈയടി പോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളായിട്ട് ഉയരും എന്നാണ് പറയുന്നത്. നിങ്ങൾ കൈയടിച്ചാൽ ആ ദൈവസന്നിധിയിൽ ദൈവസ്തുതിയായിട്ട് പോകുന്ന പറയുന്നത്. അതാണ് സങ്കീർത്തനം 155 പറയുന്നുണ്ട്. ഞാൻ സങ്കീർത്തനം 155 എന്ന് പറയുമ്പോൾ ആ വചനം നിങ്ങൾ പ്രാവർത്തികമാക്കണം. സങ്കീർത്തനം ഞാൻ 155 എന്ന് പറയുള്ളൂ, കൈയടിക്കാൻ പറയാലോ കേട്ടോ. സങ്കീർത്തനം 155 എന്ന് പറയുമ്പോൾ നിങ്ങൾ ശക്തമായിട്ട് കൈയടിച്ചോണേ. സങ്കീർത്തനം 155. അത് പോരാ, അല്പം കൂടെ ആത്മാർത്ഥമായിട്ട് കൈയടിച്ച്. അപ്പൊ നിങ്ങളൊരു വചനം പഠിച്ചു, നിങ്ങളത് വചനം പ്രാവർത്തികമാക്കി തീർത്തു. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു കാര്യമാണ് ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ. ഇനി നിങ്ങൾ ഹല്ലേലൂയ പറയാൻ ഞാൻ പറയല, ഞാൻ വെളിപാട് 19:5 എന്ന് പറയും. വെളിപാട് 19:5 എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. ദൈവത്തിന്റെ ദാസര്, അവിടുത്തെ ഭയപ്പെടുന്നവര്, ചെറിയവര് വലിയവരെല്ലാവരും നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനാണ് വചനം പറയുന്നത്. അപ്പോൾ ഭൂമിയിലിരുന്ന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സങ്കീർത്തനം 14:1 പറയുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു, തന്നെ തേടുന്നവരുണ്ടോ എന്ന് അവിടെ ആരായുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ പറയുമ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന സമയമാണ്. അപ്പൊ ഞാൻ വെളിപാട് 19:5 എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉറക്ക ഹല്ലേലൂയ പറയണം. വെളിപാട് 19:5. സങ്കീർത്തനം 155. അല്ലല്ല, കൈയടിക്കണം. സങ്കീർത്തനം 155, വെളിപാട് 19:5. ഒരു വചനം കൂടെ പറഞ്ഞ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതാണ് പുറപ്പാട് 20:24. ബൈബിളിൽ അനേകം വാഗ്ദാനങ്ങളുണ്ട്. 8,000-ൽ പരം 8,500-ൽ പരം വാഗ്ദാനങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് പുറപ്പാട് 20:24. എന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. എന്റെ നാമം യേശുവിന്റെ നാമമാണ്. യേശുവിന്റെ നാമം നിങ്ങൾ ഉറക്കെ പറയുമ്പോൾ, നിങ്ങൾ അണക്കര ധ്യാനം കൂടാൻ പോയിട്ടുണ്ടെങ്കിൽ അണക്കരയിൽ ഞാൻ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഡൊമിനിക് അച്ഛൻ എപ്പോഴും ക്ലാസിന്റെ ഇടയ്ക്ക് പറയും, നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റ വിളി വിളിക്കാം, യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവിടെ മുഴുവൻ പ്രകാശം പരക്കുന്നതായിട്ട് തോന്നും, പെട്ടെന്നൊരു അഭിഷേകം നിരക്കുന്നതായിട്ട് തോന്നും. ഞാൻ പുറപ്പാട് 20:24 എന്ന് പറയുമ്പോൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിങ്ങൾ ഉറക്കെ യേശുവേ എന്ന് വിളിക്കണം. അപ്പോൾ ഈ ഹോളിൽ മുഴുവൻ വലിയൊരു പ്രകാശം പരക്കും. പുറപ്പാട് 20:24. സങ്കീർത്തനം 155, വെളിപാട് 19:5. എനിക്ക് സന്തോഷമായി. ഇപ്പൊ തന്നെ ഒരു അഭിഷേകം പറഞ്ഞു. ഇനി നമുക്ക് ശ്രദ്ധാപൂർവ്വം കാത് കൂർപ്പിച്ച് കേട്ടണം. സ്നേഹമുള്ളവരെ, ദൈവം എന്നെ ഇങ്ങോട്ട് വിളിച്ചെങ്കിൽ എന്തൊക്കെയോ ദൈവം നിങ്ങൾക്ക് തരാനുണ്ട്, എന്നിലൂടെ എന്തോ പ്രവർത്തിക്കാനുണ്ട്. സ്നേഹമുള്ള, ഞാൻ ഇന്നലെ തന്നെ വന്നു. എനിക്കറിയാം, എൻ്റെ വീട് മൂന്നാറിനടുത്ത് രാജാക്കാട് അടുത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ബസ്സൊന്നുമില്ല. ഞാൻ എത്ര നോക്കിയാലും എനിക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ ഇന്നലെ രാത്രി തന്നെ വന്നു. അവിടെ നിന്ന് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മനസ്സിൽ തോന്നുന്നു ഒന്നും പറയരുത്, പരിശുദ്ധാത്മാവ് എന്നിലൂടെ മാത്രം പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നിങ്ങളെ കാണാതെ തന്നെ ഞാൻ ദൈവത്തിന് മുമ്പിൽ പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്നവരെ മാത്രം ദൈവമേ കൂട്ടിക്കൊണ്ട് വരണം, ദൈവം ആഗ്രഹിക്കുന്ന എന്നെ കൊടുക്കാൻ ഇവരെ കടവരുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവത്തിന് വലിയൊരു കൃപ നിങ്ങളിലേക്ക് ഉണ്ടാകും കേട്ടോ. കാരണം ഒത്തിരി പ്രാർത്ഥിച്ചാണ് അവിടെ നിൽക്കുന്നത്, ഒരുപാട് ആഗ്രഹത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് എങ്ങനെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം എന്നുള്ളതാണ്. അമ്മയോട് ചേർന്ന് നിന്ന ഒരു കുടുംബവും തകർന്നിട്ടില്ല കേട്ടോ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ഹോളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നിങ്ങളെയൊക്കെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവം അനുഗ്രഹിക്കുന്ന നിമിഷമാണ്. ഒരിക്കൽ കൂടെ നമുക്ക് ഉച്ചത്തിലൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ശ്രദ്ധിക്കാം. മാതാവിന്റെ ആ പ്രത്യേകമായ ഒരു കാര്യത്തെ, വചനത്തെ കുറിച്ചാണ് പറയുന്നത്. മറിയത്തെ കുറിച്ച് ദൂതൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ മറിയത്തെ കുറിച്ച് ദൂതൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? കൃപ നിറഞ്ഞവളെ സ്വസ്തി, നീ ദൈവ സന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു.
നിങ്ങളൊരു ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയ മാതാവിനെ കുറിച്ച് ദൂതൻ പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് സുസ്തി. ഇനി എലിസബത്ത് പറഞ്ഞ എന്താണെന്നറിയാമോ? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 43-ാം തിരുവചനത്തിൽ എലിസബത്ത് പറഞ്ഞു, ഇതാ കർത്താവിന്റെ അമ്മ, സ്ത്രീകളിൽ അനുഗ്രഹീത, ഇതാ കർത്താവിന്റെ അമ്മ എന്നാണ് എലിസബത്ത് പറഞ്ഞത്. എന്നാൽ മറിയം എന്താ പറഞ്ഞെന്നറിയാമോ? ലൂക്ക 1:38 പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ അമ്മ അവരോടൊപ്പം പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിന്റെ 14-ാം തിരുവചനത്തിൽ പറയുന്നു. സ്നേഹിതരെ, ഈ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായ ചില മാനസിക വേദനകൾ നമുക്കൊന്ന് പങ്കുവെക്കാൻ പോവാ. നമുക്കറിയാം, നമുക്ക് മനസ്സുള്ള പോലെ പരിശുദ്ധ അമ്മയ്ക്കും മനസ്സുണ്ടായിരുന്നു, ശരീരം ഉണ്ടായിരുന്നു, ആത്മാവുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നേരത്തെ ഒരു പ്രവചനം കിട്ടി. ഞാൻ പലപ്പോഴും ഓർത്തു, പരിശുദ്ധ അമ്മ ഇതൊക്കെ എങ്ങനെയൊക്കെ സഹിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്കൊരു പ്രവചനം കിട്ടിയായിരുന്നു. ആ പ്രവചനമാണ് ലൂക്കായുടെ സുവിശേഷം 2:35. ആ പ്രവചനം പറഞ്ഞയാള് ശിമയോനാണ്. ശിമയോൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. ആ വാൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ എവിടെ നിന്ന് വരുന്നോ പക്ഷെ അമ്മയ്ക്ക് മനസ്സിലായില്ല. ശിമയോൻ ഒരു പ്രവചനം നടത്തി പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ വാൾ പുറപ്പെടും, വാൾ തുളച്ചു കയറുമെന്ന് പറഞ്ഞു. ആ വാളിനെ കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാവുന്നതിന്റെ പേരിലാണ് നിർനിമേഷയായി ആ കുരിശിന്റെ ചുവട്ടി വരെ നിൽക്കുവാൻ സാധിച്ചത്. ഈ പരിശുദ്ധ അമ്മയുടെ 6-7 വേദനകളാ സ്നേഹമുള്ളവർ പങ്കുവെക്കാൻ കാരണം. ഞാൻ ഈ വേദനകൾ ഇവിടെ പങ്കുവെക്കും. പരിശുദ്ധ അമ്മയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും പരിശുദ്ധ അമ്മയുടെ 7 വേദനകൾ, മനസ്സിന്റെ നൊമ്പരങ്ങൾ, പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ നൊമ്പരങ്ങൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി അല്ലായിരിക്കാം. പക്ഷെ പരിശുദ്ധ അമ്മ ഏറ്റുവാങ്ങിയ ചില നൊമ്പരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1-ാമത്തെ നൊമ്പരം എന്ന് പറയുന്നത്, അത് നമ്മുടെ സഭാ പണ്ഡിതന്മാരൊക്കെ സഭയിൽ പഠിപ്പിക്കുന്ന മാതാവിന്റെ 7 വ്യാകുലത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുമ്പ് ഈ വ്യാകുലത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതാ ഇപ്പൊ നമുക്കൊന്ന് കണ്ടെത്താൻ പോകുന്ന പരിശുദ്ധ അമ്മ ഇപ്പോൾ നമുക്ക് തരാൻ പോകുന്ന ആ 7 വ്യാകുലങ്ങൾ എങ്ങനെയായിരുന്നു. 1-ാമത്തെ വ്യാകുല ആയിരുന്നു സ്നേഹമുള്ളവരെ, യോസേപ്പ് സംശയിച്ചപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നൊരു വ്യക്തിയുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മനസ്സാവാച അറിയത്തില്ലാത്തൊരു കാര്യം നമ്മുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ഇതാരോട് പറയണം, എന്ത് പറയണമെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഓർക്കുക, ഒരിക്കലും ഒരു സഹോദരി സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ കുട്ടി അദ്ദേഹത്തിന്റെ അല്ലെന്ന് പറഞ്ഞ് എന്നെ ഭയങ്കര സംശയമാണ്, എന്നെ ഉപദ്രവിക്കുന്നു, ഞാനിത് ആരോട് പറയും ബ്രദറെ? ഞാൻ പലപ്പോഴും കരയാറുണ്ട്. എൻ്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്ന അവസ്ഥയിൽ ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതം വരെ അവസാനിപ്പിച്ചാന്ന് ചിന്തിച്ച നിമിഷങ്ങളുണ്ട്. പക്ഷേ അമ്മയുടെ മുമ്പിൽ നിന്നപ്പോൾ അമ്മ ഈ വേദന ഏറ്റുവാങ്ങിയതാണല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് അമ്മയോട് പറയാൻ തോന്നി. ഇത് പറയുമ്പോൾ ഓർക്കുക, സംശയത്തിന്റെ വേദന ഏറ്റുവാങ്ങി ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ അമ്മ നിങ്ങളോട് പറയും, ആ വേദന ഞാനും ഏറ്റുവാങ്ങിയതാ കുഞ്ഞ് എന്ന് പറയാൻ സാധിക്കും. ഞങ്ങളുടെ കൂട്ടത്തിൽ ധ്യാനിപ്പിക്കുന്ന ഒരു ജോസ് പുതിർക്കെ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അഭയ കൊലക്കേസിൽ പ്രതിയായിട്ട് ചിത്രീകരിക്കപ്പെട്ട മനുഷ്യനാണ്. ഒരുപാട് കാലഘട്ടം ജയിലിൽ കിടന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഒരു ആത്മീയ പിതാവാണ്. ഞങ്ങൾ ഒരുമിച്ച് ധ്യാനം കൂടാൻ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബ്രദറെ, ഒരുപാട് കാലഘട്ടങ്ങളിൽ ഞാൻ ഈ വേദന സഹിച്ച് ജയിലുകളിൽ കടന്നു. നാട്ടുകാരെല്ലാം എന്നെ അവജ്ഞയോടുകൂടി നോക്കിയ അവസ്ഥ. ഞാൻ പലപ്പോഴും ചില ക്രിസ്മസ് ദിവസങ്ങളിൽ അന്ന് ഞാൻ ജയിലിലായിരുന്നു. അന്നൊരു വിശുദ്ധ ബലി പോലും അർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. ലോകം മുഴുവൻ എന്നെ സംശയ മുനയിൽ നിർത്തിയ അവസ്ഥ. അപ്പോഴൊക്കെ എനിക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളായിരുന്നു, പരിശുദ്ധ അമ്മ ഇതുപോലെ ഏറ്റുവാങ്ങിയല്ലോ, അതായിരുന്നു എനിക്കൊരു ആശ്വാസം തന്നിരുന്നത്. അദ്ദേഹം ഏറ്റുവാങ്ങിയ ഒരു ഭയങ്കര അവസ്ഥയായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും സ്നേഹമുള്ളവരെ, 1965 കാലഘട്ടങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട ഒരു ബെനഡിക്റ്റ് ഓണക്കുളം എന്ന് പറഞ്ഞ ഒരു പുരോഹിതൻ, റാന്നിയടുത്ത് മന്ദമരുതി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മറിയക്കുട്ടി എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഒരു അച്ഛൻ്റെ കിച്ചണിൽ ജോലി ചെയ്ത ഒരു മറിയക്കുട്ടി മരണപ്പെട്ട ചരിത്രം പ്രായമായവർക്ക് അറിയാൻ സാധിക്കും. മറിയക്കുട്ടി കൊലക്കേസ് അത് വലിയ പ്രമാദമായൊരു കേസായി മാറിയായിരുന്നു. അതിൻ്റെ പേരിൽ ഒരു സിനിമ പോലും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ഒരു മറിയക്കുട്ടി കൊന്ന കേസിൽ ഒരു പുരോഹിതൻ പ്രതിയായി. ആ പ്രതിയായ അച്ഛൻ്റെ പേരാ ചങ്ങനാശ്ശേരി രൂപതയിലെ ഫാദർ ബെനഡിക്റ്റ് ഓണക്കുളം. എന്നിട്ട് അച്ഛനെ ജയിലിലിടേണ്ട കാര്യം വരെ ഉണ്ടായി. പക്ഷെ രൂപതയ്ക്ക് ഏറ്റെടുത്ത് ആ അച്ഛനെ അവിടുന്ന് കൊലക്കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെ അച്ഛൻ അതിരമ്പുഴയടുത്ത് മുടിയൂർക്കര ദേവാലയത്തിൽ കിടക്കുന്ന സമയം ഒരുപാട് പേര് സംശയിച്ചു. നമ്മുടെ ആൾക്കാർ പോലും ഒത്തിരി സംശയിച്ചു. മറ്റുള്ളവരെല്ലാം സംശയത്തോടെ എഴുതി. രൂപത കാശ് മുടക്കി അച്ഛനെ രക്ഷിച്ചു എന്ന് പറഞ്ഞ കഥകൾ വരെ എഴുതി വെച്ചു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത്, അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരൻ ചെന്ന് കാലിൽ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അച്ഛാ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നില്ലേ, മറിയക്കുട്ടി കൊലക്കേസില്, അതിന്റെ പ്രതി എൻ്റെ അപ്പൻ, ഡോക്ടറായ ഒരു അപ്പനായിരുന്നു.
എന്നിട്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അത് ലോകം അറിഞ്ഞു, പേപ്പറിലൊക്കെ എടുത്തു വന്നു. അപ്പോഴാണ് ലോകം മനസ്സിലായത് ഇത്രയും കാലം സംശയിച്ചൊരു മനുഷ്യനല്ലെന്ന്. അതിനുശേഷം അധികനാൾ കഴിയുന്നതിന് മുമ്പ് അച്ഛൻ മരണപ്പെട്ടു. അച്ഛൻ്റെ ശവകുടീരം അതിരമ്പുഴ പള്ളിയുടെ അടുത്തുണ്ട്. ഒത്തിരി കുട്ടികൾ അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട്. വർഷങ്ങളോളം സംശയം മുനയിൽ നിർത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വേദന അറിയായിരുന്നു. അച്ഛാ, ഇതെങ്ങനെയാണ് അച്ഛൻ ഇത് വേദന സഹിച്ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ജപമാല ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അമ്മയും ഈ വേദന ഏറ്റുവാങ്ങിയതാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് അമ്മയ്ക്ക് ആ വേദന മനസ്സിലാക്കാൻ സാധിക്കും. സ്നേഹിതരെ, പരിശുദ്ധ അമ്മ ശരിക്കും യോസേപ്പ് സംശയിച്ചപ്പോൾ, ലോകം സംശയിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ സാധിച്ച അമ്മയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ഈജിപ്തിലേക്കുള്ള പലായനം. കുട്ടിയെ കൊല്ലുവാൻ ഹെറോദോസും കൂട്ടരും പുറകെ വരുന്ന സമയം, ജീവനും കൊണ്ട് ഓടുന്നൊരു സമയമുണ്ട്. മനുഷ്യൻ്റെയൊക്കെ ജീവിതത്തിലുണ്ട് ജീവനും കൊണ്ട് ഓടുന്നൊരു സമയമുണ്ട്. എന്ത് ചെയ്യും, എവിടെ രക്ഷപ്പെടുത്താം, ജീവനും കൊണ്ട് ഓടുന്നത്. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ പ്രത്യേകം പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുണ്ടായിട്ട് ഒരു 3-4 ദിവസമേ ആയിട്ടുള്ളൂ. ആ കൊച്ചിനെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഇവിടെയായിരുന്നു, തൃശ്ശൂരുകാരനായിരുന്നു. ഇവിടുന്ന് പെട്ടെന്ന് കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ കൊച്ചിനെയും കൊണ്ട് ഓട്ടുകയായിരുന്നു. അങ്ങനെ എറണാകുളത്ത് ഇപ്പോൾ പേരുകേട്ടൊരു ഹോസ്പിറ്റലില്ല. ഇപ്പോൾ കൊച്ചും IC കിടക്കുക. ഇപ്പോൾ എന്നോട് പറഞ്ഞു, പ്രത്യേകം ബ്രദറെ ഗാവുലത്തായി ചെല്ലുമെന്ന് പ്രത്യേകം പറയണം, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഓട്ടുകയായിരുന്നു ഇവിടെ വന്ന്. ബ്രദറെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവൻ അസ്വസ്ഥത വരുമ്പോൾ ഏതമ്മയും സ്വയം ജീവൻ മറന്ന് ഓടുന്നൊരവസ്ഥയാണ്. തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ തൻ്റെ ജീവിതം പോലും മറക്കുന്നൊരവസ്ഥയുണ്ട്. അതാ ഇത് അമ്മ ഏറ്റുവാങ്ങിയതാണ്. മൂന്നാമത്തെ കാര്യമാണ് 12-ാം വയസ്സിൽ കുട്ടിയെ നഷ്ടപ്പെടുന്നൊരവസ്ഥ. സ്നേഹിതരെ, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മരണ ദുഃഖം ഏറ്റുവാങ്ങിയ ഏതെങ്കിലും അമ്മമാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ ഒത്തിരി അമ്മമാരെ എൻ്റെ വർഷങ്ങൾക്കിടെ കാണുവാനും സംസാരിക്കുവാൻ ഇട വന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ താമസിക്കുവാൻ ഇട വന്നു. ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, നല്ല മിടുക്കനായ പയ്യൻ. ഞാൻ ചോദിച്ചു, ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് വേർപെട്ട് പോയിട്ട് ഇന്ന് 8 വർഷമായി ബ്രദറെ. ഈ 8 വർഷമായിട്ട് അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എന്നെ ധാരണയ്ക്കുന്നു. എന്ന് ഞങ്ങൾ വിശുദ്ധ ബലിയിൽ പോയി പ്രാർത്ഥിക്കും, കൊണ്ടുപോയി അവൻ്റെ മുമ്പിൽ കൊണ്ടൊരു പൂ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അവൻ മരിച്ചാലും ഞങ്ങൾക്ക് അതിനെ മറക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞിന് 8 വർഷമായിട്ട് ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടൊരു അമ്മയ്ക്ക് ഇനി 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പോലും ഒരു കുഞ്ഞ് പോട്ടെന്ന് വെക്കത്തില്ല. കാരണം മക്കൾ നഷ്ടപ്പെട്ടൊരു അമ്മയുടെ വേദന ആ അമ്മയ്ക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി ബ്രദറെ, എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊരു ഭാരം പോലെ കിടക്കുക, എന്തിതാ പോകുന്നില്ല. ഞാൻ പലയിടത്തും ധ്യാനം കൂടി, കൗൺസിലിങ്ങിൽ പോയി, മാറുന്നില്ല. ഞാൻ സഹോദരി പറഞ്ഞു, അത് മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ചെന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വേദന മാറത്തില്ല കേട്ടോ. അത്ര എളുപ്പമല്ല. പക്ഷേ ജപമാല ചൊല്ലി 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 ആ പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് അമ്മയെടുത്ത് മാറ്റുമ്പോൾ മാത്രമേ ആ വേദന മാറാൻ സാധിക്കത്തുള്ളൂ. അടുത്ത 4-ാമത്തെ പോയിന്റാണ് ഗാഗുൽത്തായിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, ഗാഗുൽത്തായിലേക്ക് മകൻ കുരിശും വഹിച്ച് പോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ ഏറ്റവും വലിയ വിഷമം. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വായിക്കുമ്പോഴേ അറിയാൻ സാധിക്കത്തുള്ളൂ. ആ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയിൽ അമ്മ നോക്കി നിന്ന സമയം. കാരണം തൻ്റെ കുഞ്ഞ് വേദനിക്കുന്ന കാണാൻ ഒരമ്മയ്ക്ക് സാധിക്കുകയില്ല. ആ തൻ്റെ കുഞ്ഞ് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന ഭാഗമാണ് 4-ാമത്തെ കാര്യം. 5-ാമത്തെ കാര്യമാണ് കുരിശിൻ്റെ ചവിട്ടിൽ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരവസ്ഥയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരമ്മയെ കാണാൻ സാധിക്കും. മകൻ ഒരു തെറ്റും ചെയ്യാത്ത മകൻ 3 ആണികളിൽ പിടയുമ്പോഴും ചോട്ട് നിൽക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ. വീണ്ടും 6-ാമത്തെ കാര്യമാണ് മൃതദേഹം അമ്മയുടെ മടിയിൽ കിടത്തുന്ന അവസ്ഥ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് മരിച്ചാൽ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മയുടെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടിട്ടുണ്ടോ, കാണാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഒരിക്കലും. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ മക്കൾ മരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ടു, തൻ്റെ പ്രിയപ്പെട്ട മക്കള് ഒന്നൊഴികെ 3-4 പേര് മരിച്ച അവസ്ഥ. 4 കുഞ്ഞുങ്ങൾ മരിച്ചു പോയപ്പോൾ ആ അമ്മയുടെ അവസ്ഥ കാണും. പിന്നെ ഒറ്റ കുഞ്ഞു പോലും ഇല്ല കേട്ടോ. എന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ ഇത് എന്ത് തെറ്റ് ചെയ്തിട്ടാ, വല്ല ശാപമാണോ പാവമാണോ? എന്നിട്ട് ആ സ്ത്രീ പറയാ, ഞാനിപ്പോൾ ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ ബ്രദറെ. ഇപ്പോൾ ഞാനത് പറഞ്ഞു, ഇത് മറ്റാർക്കും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല സഹോദരി. മറ്റാരും ആശ്വസിപ്പിച്ചാലും മറ്റാരും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാലും അത് മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അടുത്തതാണ് കല്ലറയിൽ വെക്കുമ്പോൾ, മൃതദേഹം കല്ലറയിൽ വെക്കുമുള്ള അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമുക്ക് ഓർക്കുക, ഈ 7 വേദനകൾ പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റ 7 വേദനകളാണ്. അത് സഹിക്കാൻ നേരത്തെ ഒരു പ്രവചനം കിട്ടിയായിരുന്നു സ്നേഹമുള്ളവർ.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില വേദനകൾ, മനസ്സിൻ്റെ വേദനകൾ ഇല്ലാത്ത ഒരു മനുഷ്യനും കാണിയല്ല. മനസ്സിന് മുറിവേക്കുമ്പോൾ നമ്മൾ ഓർക്കരുത് കേട്ടോ, നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ പുറകോട്ട് തിരിഞ്ഞു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വേദനകൾക്ക് പിന്നിലും ഒരു ഉയർച്ചയുണ്ട് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഓർത്ത് നമ്മുടെ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു നന്മ കടന്നു വരാനിരിപ്പുണ്ട്. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ജപമാല വേണം. അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വേദന മെല്ലെ 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 മാറും. ആ വേദനയിൽ നിന്നാണേലും നമ്മൾ നെഞ്ചുരുകിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, ജപമാല ചെല്ലുമ്പോൾ ഈ വേദനകൾ ദൈവം എടുത്ത് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർക്ക് യേശു സ്വന്തം അമ്മയാട്ടോ. അല്ലാത്തവർക്ക് വെറും മൊട്ടത്തോട് മാത്രമാണ്. ചിലർക്ക് പറഞ്ഞാൽ ഈ അമ്മയുടെ വേദന, അമ്മ പറയുന്ന കാര്യങ്ങൾ ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. കാരണം അവർക്ക് വെറും അമ്മ ഒരു ബാഹ്യ ആചാരം, ഒരു മൊട്ടത്തോട് മാത്രമാണ്. അല്ലാത്തവർക്കാണ് ശരിക്കും അമ്മയായി തീരുന്നത്. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത, രൂപമില്ലാത്ത ദൈവത്തിന് രൂപം കൊടുത്ത ആളാണ് പരിശുദ്ധ അമ്മ. അതിനെക്കുറിച്ച് ഫിലിപ്പിയർ 2:7 പറയുന്നുണ്ട്. മറിയത്തോട് ചേർന്ന് നിന്നാൽ ഒരു കുടുംബവും തകരത്തില്ല. സ്നേഹമുള്ളവരെ, ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അത് മറ്റൊന്നുമല്ല. സ്നേഹമുള്ളവരെ, ജപമാല കയ്യിലിരിക്കുന്ന നമുക്ക് ശ്രദ്ധിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില സ്ത്രീകളെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ചില സ്ത്രീകളെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടി ഇങ്ങനെ മെല്ലെ കടന്നു വരുന്ന കണ്ടു. ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു, അവിടെ കഴുത്തേലേക്കാണ്. ആ കഴുത്തെ കിടക്കുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. ഒന്നൊരു ജപമാലയുണ്ട്, 2 ഉത്രിയുണ്ട് കേട്ടോ. അത് ഭയങ്കര പ്രൊട്ടക്ഷനാണ് കേട്ടോ. ഒരു മനുഷ്യൻ മരിക്കുമ്പോഴും കൈ കൊടുക്കുന്നത് ജപമാലയാണ്. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചൊരു ചെറുക്കൻ്റെ വീട്ടിലേക്ക് വന്നാലും ജപമാലയാണ് കൊടുക്കുന്നത്. കാരണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ ഒരു കുടുംബം തകരിയല്ല. പണ്ട് കാലത്തൊക്കെ എങ്ങനെയാണ് കുടുംബങ്ങളൊക്കെ നിലനിന്നത്? പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നപ്പോഴാണ്. അപ്പോൾ ജപമാല ചൊല്ലിയാൽ എന്താണ് കുഴപ്പം? ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് ആവർത്തന വിരസതയല്ലേ? ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയ ചൊല്ലിക്കൊണ്ട് എന്ത് ഗുണം കിട്ടാനാണ്? ഇതിനെക്കുറിച്ച് എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു. എൻ്റെ സംശയം മാറിയത് മത്തായിയുടെ സുവിശേഷം 12:36 വായിച്ചപ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 12:36 വായിക്കുമ്പോൾ പറയും, മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും ദൈവസന്നിധിയിൽ വിലയുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും നന്മയും തിന്മയും പുറപ്പെടുവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് മത്തായി 12:36 പറയുന്നത്, നാം പറയുന്ന ഓരോ വാക്കിനും വിലയുണ്ട്. നമ്മൾ ആവർത്തിച്ച് പറയുന്ന വാക്കിന് അതിനേക്കാൾ കൂടുതൽ വിലയുണ്ട്. ഇപ്പോൾ നമ്മൾ പറയാം, ഒരു വാക്ക് നമ്മൾ 20 തവണ പറഞ്ഞാൽ അത് ഹാബിറ്റായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടികളെയൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ, പരീക്ഷാവർക്ക് ധ്യാനത്തിന് പോകുമ്പോൾ കുട്ടികളോട് പറയും, മക്കളെ, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നിങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് പറയരുത്. നിങ്ങൾ പരീക്ഷ കഴിയുമ്പോൾ ഒരിക്കലും തോക്കും എന്ന് നിങ്ങൾ പറയരുത്. ആ വാക്ക് കേൾക്കുന്ന ഏറ്റവും കൂടുതൽ ചിരിക്കുന്ന പിശാചാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ പറയരുത് കേട്ടോ. പരിശുദ്ധ അമ്മ ഒരിക്കലും നെഗറ്റീവ് വാക്കുകൾ പറഞ്ഞിരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മടുത്തു കേട്ടോ, ഇനി എനിക്ക് രക്ഷയില്ല, ചത്താ മതിയായിരുന്നു കേട്ടോ, ഇനി ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ തോറ്റുപോകുള്ളാന്ന് തോന്നുന്നത്, എൻ്റെ പിടി വിട്ടു കേട്ടോ എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് വാക്കും, എന്നെ ദൈവം ഉയർത്തും. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം, ഞാൻ ഈ വിഷയത്തിൽ ജയിക്കും, ഞാൻ ഉന്നത മാർക്ക് വാങ്ങും. 20 തവണ നിങ്ങൾ പറഞ്ഞ സ്നേഹമുള്ളവരെ, നിങ്ങൾ കൊള്ളിൽ ഹാബിറ്റായിട്ട് മാറും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം നിങ്ങൾ പറയാം, നിങ്ങളൊരു വീട് പണി തുടങ്ങുമ്പോഴേ നിങ്ങൾ ദൈവത്തോട് പറയണം, ദൈവമേ, നീ കൂടത്തിലുണ്ട്, ഞാൻ ഈ പണി പൂർത്തിയാക്കും, ഞാൻ പൂർത്തിയാക്കും, ഉറപ്പായിട്ട് ഞാൻ നടത്തും. സ്നേഹമുള്ള, ഞാൻ ഇത് അനുഭവിച്ച വ്യക്തിയാണ്. ഞാൻ ഈ ഒരു വീട് പണിതിട്ട് ഇപ്പോൾ 2 വർഷമായി കേട്ടോ. പകുതി പണി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ജീവിതത്തിലെ എൻ്റെ സാമ്പത്തികം എല്ലാ രീതിയിലും ഞാൻ തകർന്നു പോയി. അപ്പൊ ഞാൻ ആ വീടിന്റെ പകുതി പണി പൂർത്തിയായ വീടിന്റെ മുമ്പ് ഇരുന്നുകൊണ്ട് ഞാൻ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ പണി എൻ്റെ ദൈവം എന്നെ കൊണ്ട് പൂർത്തീകരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ നിന്ന് ദൈവത്തിന് നന്ദി പറയാം. എങ്ങനെ പൂർത്തീകരിച്ചെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം പൂർത്തീകരിക്കും. നിങ്ങളുടെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് വാക്ക് പറയരുത്. സങ്കീർത്തനം 155 മറന്നുപോയോ? നിങ്ങൾ ഓർക്കാൻ. വെളിപാട് 19:5, പുറപ്പാട് 20:24. ഇനി എന്നെ മറന്നാൽ നിങ്ങൾ 3 വചനം മറക്കരുത് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് 1 രാജാക്കന്മാർ 18:44 പറയുന്നുണ്ട്, ഏലിയ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. മഴ പെയ്യാൻ 7 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എങ്കിലും ഒരു തവണ പ്രാർത്ഥിച്ചാൽ പോരെ, ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വീണ്ടും നമുക്ക് ദാനിയേലിന്റെ പുസ്തകം 10:12 വായിക്കുമ്പോൾ 21 ദിവസം അടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ മിഖായേൽ ദൂതൻ ഒരു രക്ഷയ്ക്കായിട്ട് എത്തുന്നുണ്ട്. നമ്മൾ ബ്ലേഡ് വെച്ച് ഇരുമ്പറക്കുന്ന കണ്ടിട്ടുണ്ടോ? ആഷോബ്ലേഡ് ചെറിയ ബ്ലേഡ് ആകട്ടോ, എല്ലാ ബ്ലേഡും വെച്ച് ഇരുമ്പറക്കാൻ പറ്റിയല്ല. ചില ചെറിയ ആഷോബ്ലേഡ് എന്ന് പറഞ്ഞ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അറുത്ത് ഇരുമ്പ് മുറിക്കുന്ന പോലെ നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ തരും. ജപമാല ചെല്ലുമ്പോൾ കിട്ടുന്ന 5 അനുഗ്രഹങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ചെവി തുറന്ന് പിടിച്ച് കെട്ടിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ജപമാല ചെല്ലാൻ. ജപമാല ചെല്ലുമ്പോൾ കിട്ടുന്ന പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ലൂക്ക 1:38 പറയുന്നു, എളിമ.
ക്രിയകളെ എളിമ കിട്ടും. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദുവായൊരു ഡോക്ടർ, PG ഒക്കെ കഴിഞ്ഞ ഡോക്ടറാണ്, പേരുകെട്ടൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് എന്നാന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കാതിരുന്ന അവർ ജ്യോതിഷ പ്രകാരം എല്ലാം നോക്കി തകർന്ന് മാനസികമായിട്ട് തകർന്നപ്പോൾ ആരോ പറഞ്ഞ് കൃപാസനത്തിൽ പോയെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവള് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവിടെ വിവാഹം നടന്നു. അപ്പോൾ അവളോട് ചോദിച്ചു എങ്ങനെ വിവാഹം നടന്നതെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു കാര്യം എന്റെ വിവാഹം നടക്കാനാ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു കാര്യം മാതാവ് എന്നെ ബോധ്യപ്പെടുത്തി തന്നു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയാണ് ഞാനെന്ന്. എനിക്ക് ഏറ്റവും വലിയ അഹങ്കാരി, ഞാനൊരു ഗവൺമെന്റ് ഡോക്ടറാണ്, ഞാൻ വിചാരിച്ച എന്റെ കല്യാണമൊക്കെ നടക്കും. അപ്പൊ എന്റെ വീടിൻ്റെ അടുത്ത് പാവപ്പെട്ട ചില സ്ത്രീകളൊക്കെ വന്നിട്ട് പറയും, ഡോക്ടറെ എനിക്ക് വയറ്റുവേദനയാണ്. ഇപ്പൊ ഡോക്ടർ പറയും OP വന്നാൽ മതി, എന്റെ വീട്ടിലേക്ക് ആരും വരണ്ട, എന്നെ ആ ഡോക്ടറാക്കിയിരിക്കുന്ന അവിടെയാ. അവൾ സാന്ത്വന വാക്കു പറയലായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പരിശുദ്ധി അമ്മ എനിക്ക് കാണിച്ചു തന്നു, നിന്റെ കല്യാണം നടക്കാത്തതിന് മെയിൻ കാരണം നീ ഒരു അഹങ്കാരിയാണ്. അപ്പൊ അവിടെ വെച്ച് പറയാ, പരിശുദ്ധി അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എളിമ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അയൽവക്കാർ ചിരിക്കാൻ തുടങ്ങി, അമ്മച്ചി സുഖമാണോ? അമ്മച്ചി കണ്ണും വായും അടച്ചു. അയ്യോ ഇത് ഡോക്ടർ തന്നെയാണോ? വന്നേ ഞാൻ മരുന്ന് തരാമല്ലോ. എല്ലാവരോടും എളിമയോടെ സംസാരിക്കുന്ന കണ്ടപ്പോൾ തന്നെ അവർക്ക് തോന്നി, ദൈവമേ ഇത് എങ്ങനെയാ പറ്റിയത്? ഉടനെ അവള് ജപമാല ഉയർത്തി കാണിച്ച് പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. നിങ്ങളൊരു ജപമാല ചെല്ലുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിക്കേ, ഒരു എളിമയുടെ മനോഭാവം ഉണ്ടായിരിക്കും. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് എളിമയാണ് കേട്ടോ. നമ്മൾ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കി പറയാം, അഹങ്കാരി ആർക്കും ഇഷ്ടമില്ല കേട്ടോ. എന്നാ വലിയ ഉയർന്നാണേലും എളിമ ഉണ്ടോ, അതിന് പരിശുദ്ധി അമ്മ തരണം. 2, ജീവിതാന്ത്യത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മ തരുന്നത്, നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർമ്മ തരുന്നത് പരിശുദ്ധി അമ്മയാണ്. നമ്മൾ ഓരോ ജപമാലയും ചെല്ലുമ്പം നമുക്ക് ജീവിതാന്ത്യത്തെ കുറിച്ച് ഓർമ്മ തരുന്നത് പരിശുദ്ധി അമ്മയാണ്. വീണ്ടും നമ്മൾ അനുഗ്രഹത്താൽ നിറയും. ഓരോ പ്രാർത്ഥനകളും അനുഗ്രഹത്താൽ നിറയും. മത്തായിയുടെ സുവിശേഷം 23 അതിന്റെ 39 തിരുവചനം വായിക്കും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അനുഗ്രഹത്താൽ നിറയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അനുഗ്രഹത്തിന്റെ വാക്കുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ് അനുഗ്രഹത്താൽ നിറയാണ്. അടുത്തതാണ് നമുക്ക് ആന്തരിക സൗഖ്യം കിട്ടുന്നു. ലൂക്ക 1:39 ഞാൻ പറഞ്ഞ വചനമാണ്. നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടുന്നത് ഈ ജപമാല ചൊല്ലി കുറച്ചു നേരം ഒരു 3 ജപമാലയൊക്കെ ചെല്ലുമ്പോൾ ഒരു സൗഖ്യം കിട്ടുന്നതായിട്ട് തോന്നും. ഇപ്പൊ ജപമാല ചെല്ലുമ്പോൾ നമുക്ക് സൗഖ്യം കിട്ടും. ഇനി പരിശുദ്ധി അമ്മയെ കുറിച്ച് നമ്മൾ ജപമാല ചെല്ലുമ്പോൾ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഒരു 8-9 ചിന്തകൾ ഞാൻ പറയാം. 1, മാതാവ് ദൈവം ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു. ദൈവം എന്ത് ചിന്തിക്കുന്നോ അത് ചിന്ത. നമ്മുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരാറുണ്ട് കേട്ടോ സ്നേഹികളെ. ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ചില വിദ്വേഷവും വെറുപ്പും ഒക്കെ വരുമ്പോൾ മാതാവ് ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ദൈവം എന്ത് ചിന്തിച്ചോ ഈ ചിന്ത ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ഇടയ്ക്ക് നോർത്താൽ മതി, പെട്ടെന്ന് നമ്മുടെ ചിന്ത ഡൈവേർട്ട് ചെയ്ത് വിടാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തയാണ് കേട്ടോ തുടക്കം വരുന്നത്, ചിന്തയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോൾ ദൂഷിക്കുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ യാക്കോബ് 1:15 പറയുന്നുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമ്മുടെ മനസ്സിലെ ചിന്തയാകട്ടെ. ഒരുപക്ഷെ ഇവിടെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ എപ്പോഴും കാട് കയറിക്കൊണ്ടിരിക്കും. കാരണം അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്ക് 2-3 വേരുകളുണ്ട് കേട്ടോ. ഒരു നന്മയും തിന്മയും ശാപവും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചിന്ത, മറിയത്തിന്റെ ചിന്ത എന്തായിരുന്നു? മറിയത്തിന്റെ ചിത്തം ദൈവത്തിൽ ആനന്ദിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തകൾ കാട് കയറുമ്പോഴേ നിങ്ങൾ ജപമാല മുറുക്ക പിടിച്ചാൽ മതി കേട്ടോ. ചിന്ത പെട്ടെന്ന് മാറും. ഇല്ലെങ്കിൽ പോലും ജപമാല ഇങ്ങനെ മുറുക്ക പിടിച്ച് പെട്ടെന്ന് ചിന്ത മാറാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് മാതാവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു ദൈവഹിതം അവൾ തല കുനിച്ച് സ്വീകരിച്ചു. ഇത് ദൈവഹിതമാണോ? ഓക്കെ, ഞാൻ റെഡിയാണ്. ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ഓക്കെ. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണോ? ഓക്കെ. തല കുനിച്ച് സ്വീകരിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? മാതാവിന്റെ ആ പ്രത്യേകത നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടി പോയിന്റ് ആയിട്ട് പറയുന്നത്, മകന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തി അതിൽ ശ്രദ്ധിച്ചു. മകന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തി. നിങ്ങൾക്കറിയണം, ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാം അറിയാൻ സാധിക്കും, ലോക ചരിത്രത്തിൽ വലിയൊരു കപ്പലായിരുന്നു ടൈറ്റാനിക് കപ്പൽ. ആ കപ്പൽ ഉണ്ടാക്കിയത് അഹങ്കാരത്തിന്റെ മൂർത്തിന്റെ അവസ്ഥയിലാണ്. ആധുനിക ടെക്നോളജി ഉപയോഗിച്ചാണ്. ആര് വിചാരിച്ചാലും, ദൈവം വിചാരിച്ചാൽ പോലും ഈ കപ്പൽ മുങ്ങില്ല എന്ന് അവർക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കപ്പലിൽ കൂടെ ലോകം സഞ്ചരിക്കാൻ പുറപ്പെട്ട ഒരു അവസ്ഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലേ? ഒരു മഞ്ഞു മലയിൽ തട്ടിയാണ് ആ കപ്പൽ തകർന്നത്. എങ്കിൽ ലോകം കീഴടക്കിയ ഒരു പയ്യനെ നിങ്ങൾക്കറിയണോ? ഈ കൊച്ചു കേരളത്തിൽ എറണാകുളത്തടുത്ത് എടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അഭിലാഷ് ടോമി എന്ന് പറഞ്ഞൊരു നാവികൻ, നേവി ഉദ്യോഗസ്ഥൻ, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും.
ആ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ എടപ്പള്ളി പള്ളി വന്ന് അവൻ്റെ അമ്മ കൊണ്ടുവരുമായിരുന്നു. അമ്മ കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവം. അവൻ്റെ കയ്യിൽ എപ്പോഴും ചെറുപ്പത്തിലെ ജപമാല കൊടുക്കും. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു. അവൻ നേവി ഉദ്യോഗസ്ഥനായി കഴിഞ്ഞപ്പോൾ തൻ്റെ മേലധികാരിയോട് പറഞ്ഞു, എനിക്ക് ലോകം മുഴുവൻ ചുറ്റണം. അവർ പറഞ്ഞു, ഇത് സാഹസികമാണ്. ഇല്ല, എനിക്ക് ലോകം മുഴുവൻ ചുറ്റണം. വെറും ഒരു പായ്ക്കപ്പലിൽ അവൻ ലോകം ചുറ്റാൻ ഇറങ്ങി. അവന് ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തൊരു വിശ്വാസമായിരുന്നു. മോനെ, നിനക്ക് വിശ്വാസത്താൽ ലോകം മുഴുവൻ നിനക്ക് കീഴടക്കാൻ സാധിക്കും. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ 2 തരം വിശ്വാസങ്ങളുണ്ട്. ഒന്ന് പകർന്നു കൊടുത്ത വിശ്വാസം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ തലമുറകൾക്ക് നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കണം കേട്ടോ. എൻ്റെ വിശ്വാസം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നോട് കണക്ക് ചോദിക്കും. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടിയാണ് പ്രാർത്ഥനയിലും എവിടെയാലും വിശ്വാസം പകർന്നു കൊടുക്കാത്ത ജീവിതങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് സ്നേഹിതരെ. ഉറപ്പായിട്ട് ഞാൻ പറയാം, നിങ്ങൾ ചെയ്തത് മക്കൾ കണ്ടുപഠിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില പള്ളിയിലൊക്കെ വരുമ്പോൾ കുഞ്ഞു പിള്ളേരെ കൊണ്ട് വരുമ്പം അമ്മ എന്ത് ചെയ്യുന്നോ അത് കണ്ട് കുഞ്ഞുങ്ങളും ചെറുപ്പത്തിൽ ചെയ്യാൻ. അമ്മ ഇവനെ പഠിപ്പിച്ചത് വേറൊന്നുമല്ല. മോനെ, നീ എത്ര പഠിച്ചാലും അമ്മയെ മറന്നുള്ള ജീവിതം വേണ്ട. അപ്പോഴും അവന് ജപമാലയെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ പോകാൻ നേരത്ത് എല്ലാവരും ചോദിച്ചു, അഭിലാഷേ, ഞങ്ങൾ നിങ്ങൾക്ക് എന്നാ സമ്മാനം ചെയ്യേണ്ടത്? ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ 1-2 എനിക്ക് വേണ്ടി ജപമാല ചെല്ലണം. ആ ജപമാല ചെല്ലിട്ട് ആ ജപമാല എനിക്ക് തരണം. അങ്ങനെ അവൻ കപ്പലെ പോകാൻ നേരത്ത് അനേകം ജപമാല കൊണ്ട് പോയി. എന്നിട്ട് അവൻ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അവൻ പറഞ്ഞു, മരണം ഞാൻ മുഖാമുഖം കണ്ടു, വെള്ളത്തിന് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്നേരം ഒക്കെ എൻ്റെ അമ്മ പറഞ്ഞു തന്ന വിശ്വാസം അമ്മ എനിക്ക് പകർന്നു വന്നു. പക്ഷെ ഞാൻ ആ വിശ്വാസം നേടിയെടുത്തു. അവനെ കപ്പലിൽ നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം മേഘാവൃതമായി. ഏലിയായ ദൈവം എൻ്റെ ദൈവമായിട്ട് മാറി. പ്രാർത്ഥന കേട്ട് വെള്ളം തന്നു. പലപ്പോഴും കപ്പൽ കേടായി, എഞ്ചിനൊക്കെ നിന്നുപോയി. അന്നേരം പ്രാർത്ഥിച്ച് ദൈവം അത് ലോകം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്ന ഒരു അഭിലാഷനെ കാണാൻ സാധിക്കും. എന്താണെന്നറിയാമോ? മകന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. അതുപോലെ നമ്മുടെ മക്കളെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത് നമ്മളായിരിക്കണം സ്നേഹിതരെ. പ്രത്യേകിച്ച് നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിൽ, വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, വല്യപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ വേണം കൊച്ചുമക്കളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താൻ. എന്നെ അനേകം അമ്മമാർ വിളിച്ചിട്ട് പറയാറുണ്ട്, ബ്രദറെ, എൻ്റെ കുഞ്ഞിപ്പോൾ +2ലേക്ക് കാല് കുത്തിയുള്ളൂ. ഇന്നും ഒരമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, എനിക്ക് വിഷമമുണ്ട് ബ്രദറെ, എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങനെയോ പോയി. ഞാൻ ചോദിച്ചു, ചെറുപ്പത്തിൽ അവനെ നന്നായിട്ടാണ് വളർത്തിയത് ബ്രദറെ, പക്ഷെ ഇപ്പം ആ കാലടറിയാമെന്ന് എനിക്ക് പേടി. ഞാൻ പറഞ്ഞു, ആ പേടി നല്ലതാകട്ടോ, പക്ഷെ ചെറുപ്പത്തിൽ അവനെ വളർത്തിക്കോ അമ്മച്ചി. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങളുടെ കുഞ്ഞ് നശിക്കുകയാണ്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയൊരു ആശ്വാസം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങനെയാണോ വളർത്തിയത്? പേടിക്കണ്ട. സ്നേഹിതരെ, ഞാൻ വിദേശ രാജ്യങ്ങളിൽ ഒത്തിരി പോയിട്ടുണ്ട്. ആ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ ഏത് രാജ്യത്തിൽ ചെന്നാലും അവരെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ചെറുപ്പത്തിലെ നിങ്ങളുടെ അമ്മമാർ പഠിപ്പിച്ച ആ വലിയൊരു ആചാര അനുഷ്ഠാനങ്ങൾ അവരെ ശരിക്കും ഉന്നതിലേക്ക് മാറ്റുവാൻ സാധിക്കും. വീണ്ടും 5ാമത്തെ പോയിന്റാണ്, ഭർത്താവിന് വിധേയമായിട്ട് ജീവിച്ചു. സ്നേഹിതരെ, ഇന്ന് പല കുടുംബങ്ങളും തകരുവാനുള്ള കാരണം എന്നറിയാമോ? പണ്ട് കാലത്തൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ക്ഷമിച്ചും സഹിച്ചും മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. പക്ഷെ ഇന്ന് ഒത്തിരി പേര് ഭർത്താവിന് വിധേയമായിട്ടല്ല ജീവിക്കുന്നത്. ഭർത്താവിനെ കർത്താവിനെ പോലെ കരുതണം എന്ന് പറഞ്ഞ രീതിയുണ്ട്. അമ്മ ജീവിതകാലം മുഴുവൻ ഭർത്താവിന് വിധേയമായിട്ടാണ് ജീവിച്ചത്. ഇനി വീണ്ടും അടുത്തതുണ്ട് സഹജീവി ശുശ്രൂഷ. ഞാൻ പറഞ്ഞല്ലോ, സഹജീവികളുടെ ശുശ്രൂഷ ചെയ്യണം കേട്ടോ. അത് മാതാവ് നമ്മളെ കാണിച്ചു തന്നതാണ്. ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോൾ 2 പെൺകുട്ടികളെ കണ്ടോ. കുട്ടികളോട് ചോദിച്ചു, മക്കളെ, നിങ്ങളിവിടെ ശുശ്രൂഷ ചെയ്യാണോ? അതെ. നിങ്ങൾ പഠിച്ചോ? അവർ ഡിഗ്രിയൊക്കെ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു, ബ്രദറെ, കുറച്ചു കാലം ഇവിടെ ശുശ്രൂഷ ചെയ്യണം. ഇപ്പം ഞാൻ അവർക്ക് ഇവിടെ തൂത്ത് വാരാനും കൗൺസിലിങ്ങിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ. ഇന്നലെ ഞാൻ രാത്രി വന്നപ്പോൾ രാത്രി ഒരു 11 മണി വരെ 2-3 ചേട്ടന്മാർ ഇവിടെ വന്ന് ജപമാല ചെല്ലുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയാ, ഞാൻ റിട്ടയറായി ബ്രദറെ, ഇനി കർത്താവിന് വേണ്ടി ഇത്രയൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യണം. ഞാൻ ആലോചിക്കുക, ഞങ്ങളുടെ സ്ഥാപനത്തിൽ 300 പേരെ നോക്കാൻ വളരെ കുറച്ച് ശുശ്രൂഷകരേ ഉള്ളൂ. ഇപ്പം ശമ്പളം കൊടുക്കാൻ ഞാൻ ഓർക്കുക, ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം ഇവരോടൊപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭവം. എൻ്റെ മൂത്ത മോന് ടീച്ചറാണ്. അവൻ ആദ്യമായിട്ട് ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നിന്റെ ശമ്പളം എനിക്ക് കൊണ്ട് തന്നപ്പോൾ പറഞ്ഞു, എനിക്കല്ല മോനെ കൊടുക്കേണ്ടത്, ദൈവത്തിന് കൊടുക്കണം. ഞാൻ ആ മോനെയും കൊണ്ട് ഞാൻ മേഴ്സി ഹോമിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കഞ്ഞി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യന് 2 കൈയില്ലാത്ത മനുഷ്യൻ, ആ പുള്ളി എങ്ങനെ കഞ്ഞി കുടിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ വായിക്കകത്ത് നിന്ന് നക്കി കഴിക്കും. ഞാൻ പറഞ്ഞു, മോനെ, നീ അവനൊരു ചോറ് വാരി കൊടുക്കാൻ പറഞ്ഞു. അവൻ കുറച്ച് ചൂട് ചോറ് കൊണ്ടുവന്നിട്ട് ഇവൻ്റെ അടുത്തിരുന്നിട്ട് ആ ചോറ് വാരി കൊടുത്തിട്ടപ്പം അവൻ കരഞ്ഞു. അവൻ്റെ ഭാഷയിൽ, അവനേതോ ഒറീസക്കാരാന്ന് തോന്നുന്നു, അവൻ്റെ ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറഞ്ഞു. ഇവനും കരഞ്ഞു. അവൻ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മോൻ വന്ന് പറഞ്ഞു, അച്ചാച്ചാ, എനിക്ക് എന്തൊന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു അച്ചാച്ചാ, ഇത്രയും കാലത്തിനിടയ്ക്ക്. സ്നേഹിതരെ, നമ്മൾ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം ഒരു മനുഷ്യൻ ലോകത്ത് കിട്ടിയാലോ കേട്ടോ. നിങ്ങളെ തിരിച്ച് സഹായിക്കാൻ പറ്റാത്തൊരു മനുഷ്യന് നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? അവരെ ഒന്ന് കുളിപ്പിച്ചിട്ടുണ്ടോ? റോട്ടിൽ കിടക്കുന്നവരൊന്ന് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ടുണ്ടോ? അവരെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? നിന്നെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ശുശ്രൂഷ വലുതാ സ്നേഹമുള്ളത്. അവർക്ക് കിട്ടുന്ന അനുഗ്രഹം ഭയങ്കരമാണ്.
ഞാൻ കുറച്ചു കാലം ജയിലുകളിൽ ശുശ്രൂഷ നടന്നു കേട്ടോ. കണ്ണൂർ ജയിലിൽ ഞാൻ 1 വർഷം ഉണ്ടായിരുന്നു. അവിടെ കിടക്കുന്ന തടവുകാരോട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവോധനം പറഞ്ഞു. നിങ്ങളുടെ ഇന്നും അവരെന്നെ വിളിക്കുന്നുണ്ട് പുറത്ത് വന്നു കഴിഞ്ഞു. കാരണം അവർ പറഞ്ഞു ഞങ്ങളെ എല്ലാവരും കാണുന്ന കുറ്റവാളികളായിട്ടാണ്, പക്ഷേ ഞങ്ങളോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ കാണിച്ചല്ലോ. നിങ്ങളൊരു ദൈവം ചെയ്ത പോലെയൊക്കെ ചെയ്യാൻ ഒരു ശുശ്രൂഷ ചെയ്യുന്നൊരു മനോഭാവം. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ശുശ്രൂഷ ചെയ്യരുത്. ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേർക്ക് അറിയാം സ്നേഹമുള്ളവരെ, അവർക്ക് ഈ കരുണക്കൊന്തയൊക്കെ ചെല്ലാൻ മിടുക്കരാണ്, പക്ഷെ കരുണ ആരോടും കാണിക്കത്തില്ല. കരുണക്കൊന്തയൊക്കെ എത്ര വേണം ചെല്ലും, പക്ഷെ കരുണ കാണിക്കുന്ന ഒരു മനോഭാവം, ഒരു സഹ ശുശ്രൂഷ ചെയ്യാനുള്ള മനോഭാവം വേണം കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും. എൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ ചെയ്യുമ്പോഴും ഒത്തിരി സന്തോഷമാണ്. ഞാൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയി ഞാൻ ആദ്യമായിട്ടൊരു അമ്മച്ചിയെ കണ്ടു കേട്ടോ. നിങ്ങൾ കണ്ടോന്ന് അറിയത്തില്ല, എനിക്ക് അവരെയൊക്കെ മനസ്സിലുണ്ട്. ഞാൻ ചെല്ലുന്നിടത്തല്ല അത് പറയും. അമ്മച്ചി കേൾക്കുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കാ. ആ അമ്മച്ചിയോട് ഞാൻ കുറച്ച് നേരം സംസാരിച്ച് പറഞ്ഞു, ബ്രദറെ മക്കൾ ആരും പോകണ്ടെന്നാണ് പറഞ്ഞു. എൻ്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. നിങ്ങൾക്കറിയാം ഇങ്ങോട്ട്, എനിക്കറിയത്തില്ല. കുറച്ച് നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ഫോൺ വന്ന് മുഴുവൻ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ പറയാ ഞാനതിന് വലിയൊരു സന്തോഷം കാണുന്നു ബ്രദറെ. ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിച്ചിട്ട് ഒരു നെടുവീർപ്പുണ്ടല്ലോ, അത് മതി ബ്രദറെ എനിക്ക് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ. നിങ്ങളുടെ നമ്മുടെ ജീവിതത്തിലൊക്കെ വെറുതെ ഇരിക്കരുത്. മരിക്കുന്നോളം വരെ ജോലി ചെയ്യണം, മരിക്കുന്നോളം വരെ നമ്മൾ ശുശ്രൂഷ ചെയ്യണം കേട്ടോ. ഇനി അടുത്തതാണ് നമ്മൾ ചെയ്യേണ്ടത്, മകൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞു പ്രോത്സാഹനം കൊടുക്കും. ഒരു കുഞ്ഞ് എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ മോനെ നല്ല കാര്യമാണ്, മക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കണം കേട്ടോ. ഏതെങ്കിലും രീതി പറയണം, നീ പ്രാർത്ഥിക്ക്, പ്രോത്സാഹനം കൊടുക്കണം. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു ബിജു സാറ്, സ്കൂളിൽ പഠിക്കുന്ന, അപ്പം പഠിപ്പിക്കുന്ന സാറിൻ്റെ മോക്ക് +2 കഴിഞ്ഞപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് വിഷമിച്ചു. അപ്പം അച്ഛൻ സാറ് അവിടുത്തെ ഒരു ധ്യാന മന്ദിരത്തിലുണ്ട്, ഞങ്ങൾ ഇടുക്കി രൂപതയിലെ ഡിവൈൻ മേഴ്സി എന്ന് പറഞ്ഞ ധ്യാന മന്ദിരമുണ്ട്, അവിടുത്തെ ശുശ്രൂഷകനാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്ന ഒരു ജെയിംസ് മാക്കിൽ എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്. അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടു, അച്ഛാ എൻ്റെ മോക്ക് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, മോളെ നീ ദൈവഗീതം സ്വീകരിക്കാൻ നീ തിരുവോസ്തിയുടെ മുമ്പിൽ, ദിവികാരണത്തിന് മുമ്പിൽ 3 ദിവസം ഇരിക്കുക, ദൈവം നിനക്ക് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അവൾ ആദ്യത്തെ ദിവസം കുറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ചു പോകുന്നിടത്ത് അച്ഛൻ ചോദിച്ചു, ദൈവം വല്ലതും പറഞ്ഞോ മോളെ? ഇല്ല അച്ഛൻ, ഒന്നും പറഞ്ഞില്ല അച്ഛൻ. അച്ഛനൊന്ന് പ്രാർത്ഥിച്ച് പറ. ഇല്ല, ദൈവം നിന്നോട് സംസാരിക്കും, നീ നാളെ വരാൻ പറഞ്ഞു. അവൾ പിറ്റേ ദിവസവും വന്ന് കുറച്ചു നേരം ദിവികാരണത്തിന് മുമ്പ് ഇരുന്നു, 2-3 ജവാനയല്ലേ പാട്ട് പാടി ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു. 3-ാം ദിവസം പോകാൻ നേരത്ത് അച്ഛൻ ചോദിച്ചു, ദൈവം വല്ലതും തന്നോ മോളെ മെസ്സേജ്? അച്ഛൻ ഒന്നും തന്നില്ല അച്ഛൻ, എങ്കിൽ നാളെയും കൂടെ വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വന്ന് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് അച്ഛൻ ചോദിച്ചു, ദൈവം വല്ലതും സംസാരിച്ചോ? ഒന്നുമില്ല അച്ഛൻ. ഉടനെ അച്ഛൻ പറഞ്ഞു, എങ്കിൽ പേടിക്കണ്ട, നീ പൊക്കോ, ഇനി ദൈവം പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ എനിക്ക് ഒന്ന് നേഴ്സിങ്ങിന് പോകണമെന്ന് ആഗ്രഹം, അത് അപ്പൻ്റെ കാശ് മുടക്കാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം, അല്ലെങ്കിൽ അപ്പൻ്റെ കുട്ടി ഡിഗ്രി കഴിഞ്ഞ് BEdന് പോകണമെന്നാണ്. ദൈവം തന്നെ വഴി നടത്തിക്കോളൂ, നീ പൊക്കോ, ദൈവം ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ ഇത്രേ പറഞ്ഞുള്ളൂ, ദൈവം ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അവൾക്ക് നേഴ്സിങ്ങിന് കിട്ടിയില്ല. അങ്ങനെ അവസാനം അവൾ ഡിഗ്രിക്ക് പോയപ്പോൾ ഇതായിരിക്കും ദൈവഹിതം എന്ന് ഓർത്ത് ഡിഗ്രിക്ക് പോയി. 2 മാസം കഴിഞ്ഞപ്പം അവൾക്ക് വിളി വന്നു, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജോലിക്ക്. കണ്ടോ ദൈവത്തിൻ്റെ ഹിതം പോക്ക് കണ്ടോ? അപ്പം ഞാൻ പറയുന്നത്, ചിലപ്പം ദൈവം നമുക്ക് സംസാരിക്കുന്നതായിട്ട് തോന്നിയല്ല കേട്ടോ, പക്ഷെ ദൈവം ഇടപെടും. ചിലർ പ്രാർത്ഥിച്ചിട്ട് കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഒക്കെ പറയും മെസ്സേജ് ഒന്നും കാണിയല്ല, പക്ഷെ ദൈവം ഇടപെടും കേട്ടോ, ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറയുമ്പോൾ അത് ദൈവം ഇടപെട്ടോളും. ഇന്ന് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ എപ്പോഴും പറയണം, എൻ്റെ കാര്യത്തിൽ എൻ്റെ ദൈവം ഇടപെടും, എൻ്റെ കാര്യത്തിൽ എൻ്റെ ദൈവം ഇടപെടും. നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് വാക്ക് പറയരുത് കേട്ടോ. ദൈവം ഇടപെടും. ഇനി അടുത്തതാണ് നമ്മൾ ചെയ്യേണ്ടത്, തന്നിൽ വിതച്ച വിത്തിന് ഫലം ഉണ്ടാക്കി കൊടുക്കണം. തന്നിൽ വിതച്ച വിത്തുണ്ട്. ദൈവം നമുക്ക് ഓരോരുത്തർക്കും വചനമാകുന്ന വിത്ത് തന്നിട്ടുണ്ട്. ആ വിത്തിന് ഫലമുണ്ടാക്കണം. സങ്കീർത്തനം 150:5 മറന്നോ ഇല്ലെന്ന് അറിയാനാ? ഓർമ്മയുണ്ടോ? വെളിപാട് 19:5, പുറപ്പാട് 20:24. ഓക്കെ, ഇനി ഞാൻ പറയുന്നതാണ്, പരിശുദ്ധ അമ്മയിൽ തിളങ്ങി നിന്ന ഒരു 5 ഗുണങ്ങളോടെ പറഞ്ഞ് ക്ലാസ് തീരാം, അതിനുള്ള സമയമുള്ളൂ എനിക്ക്. അപ്പൊ നമുക്ക് പരിശുദ്ധ അമ്മയിൽ തിങ്ങി നിന്ന ഒരു 5 ഗുണങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഒരു ഗുണമേലും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. പരിശുദ്ധ അമ്മയിൽ തിങ്ങി നിന്ന വിളങ്ങി നിന്ന ആ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയേ. പരിശുദ്ധ അമ്മയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഞാൻ 5 ഗുണങ്ങളെ പറയുന്നുള്ളൂ. ഈ 5 ഗുണങ്ങൾ നമ്മളില്ലെങ്കിൽ തീർന്നു. ഒന്നാമത്തെ ഗുണമാണ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1-ാം തിരുവചനം. മത്തായി 25:1 അമ്മയിൽ തിളങ്ങി നിന്നൊരു ഗുണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എങ്ങനെയാണ്? 10 കന്യകമാരുടെ ഉപമ നിങ്ങൾ കേട്ടിട്ടില്ലേ? 5 പേർ വിവേകവതികളും 5 പേർ വിവേകശൂന്യരുമായി തീർന്നു. സ്നേഹിതരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് പറയണം എന്നതിനേക്കാൾ എന്ത് പറയാതിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. വിവേകം എപ്പോൾ തകരുന്നോ അപ്പോൾ വികാരം.
ഞാനിങ്ങോട്ട് പോന്നപ്പോൾ വഴി സൈഡിൽ ഒരു ബോർഡ് കണ്ടു, ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കുന്നു എന്ന് പറഞ്ഞ പോലെ വിവേകം മരിക്കുമ്പോഴാണ് വികാരം ഉണരുന്നത്. വികാരത്താൽ ഒന്നും പ്രവർത്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് മനസ്സിലായത് ജയിലുകളിൽ ശുശ്രൂഷ ചെയ്തപ്പോഴാണ്. ജയിലിൽ കിടക്കുന്ന 99% പേരും എൻ്റെ അടുത്ത് പറഞ്ഞെന്തറിയോ, എൻ്റെ ബ്രദറെ ഞാൻ കൊല്ലണമെന്ന് കരുതിയതല്ല, അന്നേരത്തെ സാഹചര്യത്തിൽ വന്ന ഇപ്പം അങ്ങനെയാണ്. 7 പേരെ കൊന്നൊരു മനുഷ്യൻ പറയാം, ബ്രദറെ എനിക്ക് ദേഷ്യം കയറിക്കഴിഞ്ഞാൽ ഈ തലയുടെ 2 സൈഡിൽ ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും. പിടച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ മനുഷ്യനെ കൊന്നില്ലെങ്കിൽ ഏതാണ്ട് പോലെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കൊന്നു. വികാര ആവേശത്താൽ ചെയ്തതാണ് 99%. ഒരു മനുഷ്യൻ്റെ പ്രശ്നത്തിലേക്ക് വരുന്ന വികാര ആവേശത്തിനാണ്. ഒരിക്കലും ഒരു പട്ടാളക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ഭാര്യയ്ക്ക് ഒറ്റ അടിക്ക് ഒരു ചെവി കേൾക്കത്തില്ല കേട്ടോ, ഒരു ചെവി തകർന്നു പോയി. എന്നിട്ട് ആ മനുഷ്യൻ കരഞ്ഞോണ്ട് പറയാ, പൊന്നു ബ്രദറെ എനിക്ക് ദേഷ്യം കയറിക്കഴിഞ്ഞാൽ കണ്ണു മൂക്കൊന്നും കാണത്തില്ല, ഭാര്യയ്ക്കിട്ട് ഒറ്റ അടി. എന്നിട്ട് ആ മനുഷ്യൻ കൈ എടുത്ത് കടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്യുക. ഞാൻ ഈ കൈ കൊണ്ട് തല്ലിയല്ലോ എന്നോർത്ത് ഞങ്ങളുടെ വിവേകം നഷ്ടപ്പെടുന്നത്. അത് സ്ത്രീകൾക്ക് കൂടുതൽ വേണ്ടതാകട്ടോ. വിവാഹ ജീവിതത്തിലൊക്കെ നമുക്കറിയാൻ സാധിക്കും, കുടുംബ ജീവിതത്തിലൊക്കെ പുരുഷന്മാർ ഭയങ്കര വികാര ജീവികളാകട്ടോ. അവർ പെട്ടെന്ന് എടുത്തിയാടും. പക്ഷെ വികാരം കൂടുതലുള്ള ഒരു പുരുഷൻ്റെ അടുത്ത് വിവേകമുള്ളൊരു സ്ത്രീ നിന്നേ അവനെ വെറും പുലിയെപ്പോലെ വരുന്നതിനെ എലിയെപ്പോലെ ആക്കാം. അവിടെ വാക്കും നോട്ടവും സംസാരം കൊണ്ട്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് വിവേകത്തോടെ കാര്യം ചെയ്യാം. ഞാൻ ഈ നേഴ്സുമാരെയൊക്കെ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ എനിക്ക് സങ്കടകരമായ ഒരു കാര്യമുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അവിടെ ചെന്നപ്പോൾ ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്ന പെൺകുട്ടി പറയായിരുന്നു, ബ്രദറെ എനിക്കിപ്പോൾ ജീവിക്കണമെന്നൊരു ആഗ്രഹമില്ല. ഞാൻ ചോദിച്ചു വന്ന് പറയാം, അവിടെ വീട്ടിൽ 3 പെൺകുട്ടികളായിരുന്നു. ഞാൻ ചുരുക്കി പറയാം, അവൾ ഈ നാട്ടിൽ വന്നപ്പം അവരുടെ വീട്ടിൽ ആങ്ങളമാരില്ലായിരുന്നു. അവിടെ വന്നൊരു ആണുമായിട്ട് അവൾ കമ്പനിയായി. അവൻ പറഞ്ഞു എന്നെ നീ ഒരു സഹോദരനെ പോലെ കരുതിയാൽ മതിയെന്ന് പറഞ്ഞു. എന്തിനേറെ പറയുന്നു, അവനുമായിട്ട് മിക്കപ്പോഴും ചാറ്റിംഗായി സംസാരമായി. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ സഹോദരിയല്ലേ, നിനക്ക് ഫോൺ മേടിച്ചു തരാം. ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു 19,000 രൂപയുടെ സാധനങ്ങൾ ഈ പെണ്ണ് മേടിച്ചു കഴിഞ്ഞ് ഒരു ദിവസം ഇവൻ്റെ സ്വഭാവം മാറിയിട്ട് പറഞ്ഞു, എനിക്ക് നീ ആ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കൽ അങ്ങനെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞു. അവൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് വരും, വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല. അവസാനം പറഞ്ഞു, ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, എൻ്റെ ഒരു കൂട്ടുകാരൻ ബൈക്ക് കൊണ്ട് വരും, നീ ബൈക്കിൽ കയറിക്കോ, 1-2 ഹോട്ടലിൽ നീ പോയി ഒരു 1/2 മണിക്കൂർ ചിലവഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്നെ ചീറ്റ് ചെയ്യല്ലെന്ന് ചോദിച്ചു. അവൾക്ക് ചിന്തിക്കാൻ പോലും സമയം കിടത്തില്ല. അവളെ ബൈക്കിൽ കെട്ടിക്കൊണ്ട് പോയി. ഇന്ന് അവൾ വീട്ടുകാർക്ക് ആർക്കും അറിയത്തില്ല. അവൾ സംസാരിക്കാൻ വന്നപ്പോൾ പറയാ, ബ്രദറെ എന്തുകൊണ്ടാണ് എനിക്കിത് പറ്റിയത്? ഞാൻ പറഞ്ഞു, മോളെ നിനക്ക് പറ്റിയ ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, നീ പഠിക്കാൻ പോയപ്പോൾ നിനക്ക് വേണ്ട വിവേകം നഷ്ടപ്പെട്ടു പോയി. വിവേകം നഷ്ടപ്പെടുമ്പോൾ സ്നേഹമുള്ളവരെ പലരും പാപത്തിലേക്ക് വീഴാനുള്ള കാരണം. അപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്ന വിവേകത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യമാണ് ലൂക്ക 1:48 വിനയം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു. രണ്ടാമത്തെ ലൂക്ക 1:48 പറഞ്ഞു, ഒരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ഏറ്റവും വലിയ ഗുണമായിരുന്നു എളിമയുടെയും വിനയത്തിൻ്റെയും കാര്യം. ഞാൻ ഓർക്കുക അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുക എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ, എൻ്റെ അപ്പൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു, അമ്മേനെ ശരിക്കും തല്ലുമായിരുന്നു, ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു. ഞാൻ പലപ്പോഴും എൻ്റെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, അമ്മ എങ്ങനെ അമ്മ ചാച്ചൻ്റെ കൊടുത്ത് ജീവിക്കുന്നത്? ഇപ്പോൾ പലപ്പോഴും അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, അമ്മ എപ്പോഴും ഒരു വിനയ മനോഭാവം ഉണ്ട്. അപ്പം ഞാൻ ഓർക്കുക ഒരു എളിമയുടെ മനോഭാവം കേട്ടോ, ഒരു വിനയത്തിൻ്റെ മനോഭാവം, എടുത്തിയാട്ടമില്ലാതെ വിവേകത്തോടെ എളിമയോടെ ജീവിക്കുന്ന ഒരു ഭാഗം. അത് ലൂക്ക 1:48 ഉണ്ട്. ഇനി അടുത്തതാണ് വിശുദ്ധി. 1 തെസ്സലോനിക്കർ 4:7 പറയുന്നുണ്ട് വിശുദ്ധിയോട്. വിശുദ്ധി എന്ന് പറയുമ്പോൾ 3 രീതിയിലുള്ള വിശുദ്ധിയുണ്ട് സ്നേഹമുള്ളവരെ. ഒന്ന് ശരീരത്തിന്റെ വിശുദ്ധിയുണ്ട്, അതിനെക്കുറിച്ച് റോമാക്കാർക്കുള്ള ലേഖനം 12:1 പറയുന്നുണ്ട് ശാരീരിക വിശുദ്ധി. രണ്ടാമത്തെ വിശുദ്ധിയാണ് മനസ്സിന്റെ വിശുദ്ധി, അത് എഫേസ്യർ 4:22 പറയുന്നുണ്ട്. മൂന്നാമത്തെ വിശുദ്ധി എന്ന് പറയുന്നത് അത് മത്തായി 16:26 ആത്മാവിന്റെ വിശുദ്ധി. അപ്പൊ നമുക്ക് ശാരീരിക, മാനസിക, ആത്മീയമായ ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണം. വിശുദ്ധിയോടെ ചെയ്യുന്നവൻ, നമ്മുടെ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധിയായിരുന്നു. പരിശുദ്ധ അമ്മയിൽ തിളങ്ങി നിന്നതും ഒരു വിശുദ്ധിയാണ്. തൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. മക്കളെ, നിങ്ങളുടെ ശരീരം വിശുദ്ധമായിരിക്കണം, നിങ്ങളുടെ മനസ്സ് വിശുദ്ധമായിരിക്കണം, ആത്മാവ് വിശുദ്ധമായിരിക്കണം. നിങ്ങളുടെ വിശുദ്ധിയുള്ളിടത്തെ ദൈവത്തിന് വസിക്കാൻ സാധിക്കുള്ളൂ. ഒരു മീനെ നിങ്ങൾ പിടിച്ചു, ഒരു മത്സ്യത്തെ പിടിച്ച് നിങ്ങൾ സ്വർണ്ണ കൂട്ടിലിട്ടാലും AC റൂമിൽ വെച്ചാൽ മീൻ ജീവിക്കത്തില്ല. മീൻ ജീവിക്കണോ, അതിന് വെള്ളം തന്നെ വേണം. എന്ന് പറഞ്ഞാൽ അതൊരു വിശുദ്ധമായ സ്ഥലത്തായിരിക്കും. അത് നമ്മുടെ ശരീരം വിശുദ്ധമായിരിക്കണം. അശുദ്ധമായതൊന്നും സംസാരിക്കരുത്, അശുദ്ധമായൊന്നും പെരുമാറരുത്. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ അശുദ്ധമായിട്ട് പോകരുത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത് ശാരീരികമായ അശുദ്ധിയിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ശാരീരികമായ ഒരു വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും പരിശ്രമിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാം, ഇന്നത്തെ ഒരു കാലഘട്ടം മുഴുവൻ സ്നേഹമുള്ളവരെ അശുദ്ധിയിലേക്കുള്ള പോക്കാണ്.
ഇന്ന് ലിവിങ് ടൂതർ ഞങ്ങൾ പുറത്തേക്ക് യുവജനങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമുക്കറിയാം ഒത്തിരി കുട്ടികൾ അശുദ്ധിയിലേക്കുള്ള പോക്കാണ്. അത് മദ്യപാനം, പുകവലി, അതുപോലുള്ള മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് നിങ്ങൾ കുട്ടികളെ ധ്യാനിപ്പിക്കുമ്പോൾ കുട്ടികൾ പോലും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിരിക്കുക. ചില ഫോൺ കോളുകൾക്ക് അടിമപ്പെട്ടിരിക്കുക. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ മാതാവിൽ നിറഞ്ഞ ഏറ്റവും വലിയ ഗുണം വിശുദ്ധിയാണ്. അടുത്തതാണ് വിശ്വാസം. അത് ഞാൻ പറഞ്ഞായിരുന്നു. വിശ്വാസം നമ്മൾ നേടിയെടുത്ത വിശ്വാസമായിരിക്കണം. ഇതിനെക്കുറിച്ച് യോഹന്നാൻ 11:40 പറയുന്നുണ്ട്. വിശ്വാസത്തെ പ്രാർത്ഥിക്കുന്ന എന്ത് ലഭിക്കും? അപ്പോൾ വിശ്വാസം നമുക്ക് പരിശുദ്ധ അമ്മയിലുള്ള ഏറ്റവും വലിയ ഗുണമായിരുന്നു. നമ്മളൊരു വിശ്വാസിയായിരിക്കണം. നമ്മളെ കണ്ട് നമ്മുടെ മക്കൾ പറയണം, എൻ്റെ അപ്പനൊരു വിശ്വാസിയായിരുന്നു, എൻ്റെ അമ്മ ഒരു വിശ്വാസിയായിരുന്നു. വിശ്വാസത്താൽ പടുത്തുയർത്തതാണ് ഇത് മുഴുവൻ. ശാലോമിലെ ബെന്യപുന്നത്ര എപ്പോഴും പറയും, ശാലോം ടീം ഒന്നുമില്ല, ശാലോം ടീം ഇത്രയായത് വിശ്വാസത്തിൻ്റെ അടിത്തറയെന്ന് മാത്രമാണ്. ഞങ്ങളുടെ മേഴ്സി ഹോം സ്നേഹമുള്ളവരെ, ഒരു ദിവസം 70,000 രൂപ ഞങ്ങൾക്ക് ചിലവുണ്ട്. 300 പേരെ നോക്കുന്നുണ്ട്. ഒരു സഹായമില്ല കേട്ടോ. മുട്ടുമേന്ന് നിങ്ങൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ കരി വന്നിരിക്കും. വിശ്വാസത്താൽ ഞാൻ ഓർക്ക് എൻ്റെ പവർ ഹൗസ് ആവട്ടോ എൻ്റെ മേഴ്സി ഹോം. നിങ്ങൾ എൻ്റെ മേഴ്സി ഹോമിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. 3 അടുത്താണ്. 300 പേരെ നോക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഓരോ ദിവസവും ദൈവം ഇന്നത്തേക്ക് വേണ്ടത് ഇന്ന് എന്നും വിളിക്കുമ്പോൾ വിശ്വാസത്താൽ നമ്മുടെ പ്രവർത്തി ഉയരണം കേട്ടോ. പരിശുദ്ധ അമ്മ നമുക്ക് തന്ന വിശ്വാസമാണ്. ഇനി അടുത്തതാണ് വിജ്ഞാനം. വിജ്ഞാനം എന്ന് പറയുമ്പോൾ അറിവിലുള്ള ജ്ഞാനം, വിജ്ഞാനം. അതിനെക്കുറിച്ച് പ്രഭാഷകൻ 1:14 പറയുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടാകണം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത വിശുദ്ധിയിൽ ഉന്നത സ്ഥാനമാണ്. ദൈവപുത്രന്റെ അമ്മയാണ്. അതുകൊണ്ട് യോവാക്യം അന്ന ദമ്പതികളുടെ മകളായ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അമ്മയുടെ വീട്ടിൽ പോകാൻ എനിക്ക് സാധിച്ചു. നസ്രത്തിൽ പോയപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ ലോകം മുഴുവൻ പോയി ദൈവത്തെ കൊടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്കെല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ഗുണവും നിറവൊക്കെ ഉണ്ടാകണം. ക്രിസ്മസിന് ഒരുങ്ങുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നാൽ നമ്മുടെ കുടുംബം തകരത്തില്ല. ജപമാല ഉയർത്തിപ്പിടിക്കണം. വേദന വരുമ്പം, ദുഃഖം വരുമ്പം, പ്രയാസം വരുമ്പം, ഭാരം വരുമ്പം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും ദൈവം അനുഗ്രഹിക്കും.